Hello guys, കുറേ നാളായില്ലേ വ്ളോഗൊക്കെ എടുത്തിട്ട്. സോ ടുഡേ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വ്ളോഗ്. ഇന്ന് ഭയങ്കര ഒരുങ്ങി കാര്യമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 12 മണി ആവാറായി. ആൻഡ് ഈ രാത്രി 12 മണി ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നിനുമല്ല, വി ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഇത് എൻ്റെ ഈ വർഷത്തെ 4ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഐ എം സോ ഹാപ്പി because of my husband, of course. But anyway, ഇത്തവണ നമ്മൾ പുതിയൊരു കോണ്ടിനെൻറ്റിലേക്കാണ് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ്, can you guess? Yes, it's Africa. ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ കൺട്രി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിതിനു മുന്നേ ടർക്കിയിൽ പോയപ്പം ടർക്കി വാസ് ടു ഗുഡ് with its food, its beauty, everything was just simply awesome. അപ്പോൾ മൊറോക്കോയിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫുഡ്, അവിടുത്തെ കൾച്ചർ, അതൊക്കെ കാണാൻ ഉള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ജേണി പോകുന്നതെന്ന്. അപ്പോൾ ഇപ്പം രാത്രി 12 മണിയായി. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് എയർപോർട്ട് എത്തണം. ആൻഡ് ദെൻ ഗാറ്റ്വിക്കിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഒരു 6 മണിക്കൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ ലെറ്റ്സ് സീ ഹൗ ദ ജേർണി ഗോസ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. സി ഗൈസ്, ഭയങ്കര പുഷ്പിച്ചൊക്കെയാണ് ഞാൻ പോകുന്നത്. ഐ ഷോ യു. സോ ദിസ് ഈസ് മൈ ഫുൾ ഔട്ട്ഫിറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സോ സീ യു അറ്റ് ഗാറ്റ്വിക് എയർപോർട്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഗാറ്റ്വിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ വെയിറ്റിംഗ് ഫോർ അവർ ഫ്ലൈറ്റ് എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക് ഇൻ ആൻഡ് എവറിത്തിങ് വെൻറ്റ് വെൽ. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് പോവാം. ബൈ. വാട്ട് ഈസ് ദാറ്റ്? Phantom. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ എയർപോർട്ടിൽ പോകുമ്പോൾ എന്തായാലും അവിടുത്തെ ഫുഡും കഴിക്കണം. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമ്മളൊരു ആചാരപൂർവ്വം ഒന്ന് കയറി അവിടുത്തെ സാധനങ്ങൾ നോക്കി തിരിച്ചു വെച്ച് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിനായിട്ട് കാത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ പൈലറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ പോവാണ്. ഇറ്റ്സ് ഗോണ ടേക്ക് ഓഫ് so soon. Very excited. Yes. Baby, എനിക്ക് വിൻഡോ സീറ്റ് തരും. തിരിച്ചു വരുമ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് നല്ല വിശാലമായ സ്ഥലമുള്ളതുകൊണ്ട് പുള്ളി നല്ല വിസ്തരിച്ച് മടിയിലൊക്കെ കിടന്നാണ് ഉറങ്ങിയത്. ആൻഡ് ഇവിടുന്ന് സണ്ണിൻ്റെ ലൈറ്റ് ഭയങ്കര അതിഭീകര ലൈറ്റാണ്. അതായത് ദിസ് വാസ് ഓഫ് ഫസ്റ്റ് സൈറ്റ് ഓഫ് മൊറോക്കോ. ആൻഡ് ഈ വിസ് എയർ ഫ്ലൈറ്റിനാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാഷൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കറൻസി എക്സ്ചേഞ്ചിൽ വന്നിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മൊറോക്കോ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ നമ്മുടെ ബാഗൊക്കെ നമുക്ക് കിട്ടി. നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ B4 ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് എടുത്തിട്ടാണ് മൊറോക്കോയിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അബൌട്ട് 42ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഓൾ ആർ മലയാളീസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് UK. ആൻഡ് എല്ലാവരെയും നമ്മളിവിടെ വെച്ച് കണ്ടു. അതിൽ കുറച്ച് പേര് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ദാ കണ്ട ആളാണ് ജസ്റ്റിനായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ. ആൻഡ് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ അത്രയും വിശ്വസിച്ചില്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നമ്മൾ 5 ദിവസം അടിച്ചു പൊളിച്ചു. നമ്മുടെ ഹോട്ടലിലെത്തി. ലെറ്റ്സ് ചെക്ക് ഇൻ. ഇവിടെ നമുക്കൊരു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്കിവിടെ ഇനി ചില്ല് ചെയ്യാം ഗായ്സ്.
after a flight and traveling. I'm here. ഗൈസ്, അങ്ങനെ ദ ബെസ്റ്റ് പാർട്ടീസ് ഹിയർ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളുടെ ബ്രഞ്ചാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. ആൻഡ് ഇത് ബൺ. ഇത് നമ്മൾ ടർക്കി പോയപ്പോഴും അവിടുത്തെ ഒരു മെയിൻ ഐറ്റം ഈ ബണ്ണായിരുന്നു. എവിടെ ചെന്നാലും നമുക്ക് ബൺ കിട്ടും. അതാണ് ഇവരുടെ മെയിൻ സ്റ്റാർട്ടേഴ്സ്. ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസിലും ബണ്ണിലും ഇവർക്ക് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇഷ്ടം പോലെയാണ് നമുക്ക് കിട്ടുന്നത് അവിടെ. പിന്നെ താഴെ കാണുന്നത് മൊറോക്കോ സാലഡ്, പിന്നെ ബീഫിൻ്റെ എന്തോ സാധനമാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഫുഡ് അടിപൊളി, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ നല്ല വിശന്നിട്ടും കൂടിയാണ് അത് കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു. കൊള്ളാം, നല്ല ക്രീമി റൈസ്. ഇതാണ് ഇവിടുത്തെ ബീഫ് സ്റ്റീക്ക്. How's the food? Good. പാത്തു, നമ്മൾ നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഒരു ബാൽക്കണി ഉണ്ട്. സോ ഗൈസ്, ഹിയർ ഈസ് അവർ റൂം ടൂർ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്താ ഇവിടെ ഫ്രിഡ്ജ്, കപ്പഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഇങ്ങനെ ഒരു സോഫ സീറ്റിംഗ് ആണ്. ആൻഡ് ഹിയർ ഈസ് ദ റൂം. അവിടെ ജസ്റ്റ് ജനൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ണാടി. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ്. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ മറിഞ്ഞ് നിന്നൊക്കെ കുളിക്കാം. ആ പ്രശ്നമില്ല. ഓക്കെ, സെറ്റ്. സോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയായി. ഇനി നമ്മൾ ഔട്ടിങ്ങിന് പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇടാം. സോ ദാറ്റ് വാസ് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.